കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് ചൂട്. ആദ്യം പ്രധാന വാർത്തകൾ. പാലാ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് LDF-ൽ ഒരു കക്ഷിയും പറഞ്ഞിട്ടില്ലെന്ന് മാണി സി കാപ്പൻ MLA. ഇത് സംബന്ധിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും മാണി സി കാപ്പൻ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരട്ട വോട്ടുകളെ സഹായിക്കാനാണെന്ന് ആരോപണം. ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന 4 അതിർത്തി ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായും തുറന്നു. ഇത് ഇരട്ട വോട്ടർമാരെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് കുറവുണ്ടെങ്കിലും ഇടുക്കി ജില്ലയിൽ ആശങ്ക ഒഴിയുന്നില്ല. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ഉൾപ്പെടെ ഇന്നലെ 143 പേർക്ക് കോവിഡ് ബാധ, 121 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, ഉറവിടമറിയാത്ത 19 കേസുകൾ സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ആനയിറങ്കൽ മേഖല. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കാട്ടാന കൃഷിയിടങ്ങൾ ഉൾപ്പെടെ വ്യാപക നാശം വിതച്ചു. കൃഷിയിടത്തിലെ കെട്ടിടം കാട്ടാന അടിച്ചു തകർത്തു. സോളാർ അടക്കമുള്ള ഉപകരണങ്ങൾക്കും നാശം. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 10 നാൾ. പാലാ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് LDF-ൽ ഒരു കക്ഷിയും പറഞ്ഞിട്ടില്ലെന്ന് മാണി സി കാപ്പൻ MLA. ഇത് സംബന്ധിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. മാണി സാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടി ഒരു ശക്തിയുള്ള പാർട്ടി തന്നെയായിരുന്നു. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ശക്തിയുള്ളൊരു പാർട്ടി തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ആ ശക്തിയും കൂടെ കൂടുമ്പോൾ അത് ഇരട്ടി ശക്തിയായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. പാലാ സീറ്റ് സംബന്ധിച്ച് അവർക്ക് തർക്കം വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തർക്കമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു നേതാവും ഈ സമയം വരെ സീറ്റ് വിട്ടു കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യം അദ്ദേഹം ഹൃദയവികാരമാണ് പാലാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാലാ ഞങ്ങളുടെ ചങ്കാണ്, 53 കൊല്ലത്തെ യുദ്ധത്തിന് ശേഷം നേടിയെടുത്തതാണ്. പിന്നെ അവർ ഇടതുപക്ഷ മുന്നണി ചേരുന്നതിന് മുമ്പ് പറഞ്ഞു, ഉപാധികളില്ലാതെയാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുന്നത്. ഉപാധികളില്ലാതെ വരുന്ന കേരള കോൺഗ്രസിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് ഞങ്ങളും പറഞ്ഞു. സംസ്ഥാന ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയുള്ള വിധിയെഴുത്താകും ത്രിതല തെരഞ്ഞെടുപ്പെന്ന് പാലാ MLA മാണി സി കാപ്പൻ പറഞ്ഞു. അടിമാലി 200 ഏക്കറിൽ നടന്ന ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണി 200 ഏക്കർ മേഖലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ പാലാ MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെയുള്ള വിധിയെഴുത്താവും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും മാണി സി കാപ്പൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എനിക്കൊന്നേ പറയുവാനുള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തെ ഭരണകൂടത്തെ എങ്ങനെ ഇല്ലാതാക്കി തീർക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു കേന്ദ്ര നേതൃത്വം. ആ കേന്ദ്രം ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനു മുമ്പും പ്രളയക്കെടുതികളുണ്ടായപ്പം വിദേശ സഹായം തരാമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിക്കാൻ സമ്മതിക്കാതെ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാതെ തീർപ്പുമുട്ടിച്ച ഇപ്പോൾ GST ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ലഭിക്കേണ്ട 6500 കോടിയോളം രൂപ ഇന്ന് കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുക. NCP നേതാവ് TP വർഗീസ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CA എലിയാസ്, ചാണ്ടി P അലക്സാണ്ടർ, അനിൽ കൂപ്ലാക്കൽ, TK സുധേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് സ്ഥാനാർത്ഥി സിനി സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി കോയ അമ്പാട്ട, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷൻ സ്ഥാനാർത്ഥി റീനി ബോബൻ എന്നിവരുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരട്ട വോട്ടുകളെ സഹായിക്കാനാണെന്ന ആരോപണം. ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന 4 അതിർത്തി ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായും തുറന്നു. ഇത് ഇരട്ട വോട്ടർമാരെ സഹായിക്കാനാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി തമിഴ്നാട്ടിലേക്കും തിരിച്ചും യാത്ര അനുവദിച്ചിരിക്കുന്നത്. കുമളി ചെക്ക് പോസ്റ്റ് വഴിയാണ് പ്രധാനമായും ആളുകളെ കടത്തി വിട്ടിരുന്നത്.
കേരളത്തിലേക്ക് എത്തുന്ന ആളുകളുടെ പേരും വിലാസവും അടക്കം പൂർണ്ണ വിവരങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇലക്ഷൻ നടക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കി. കമ്മമെട്ട്, കുമളി, ബോഡിമെട്ട്, ചിന്നാർ എന്നീ 4 ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായും തുറന്നു. ഇത് ഇരട്ട വോട്ടർമാരെ സഹായിക്കാനാണെന്നാണ് കോൺഗ്രസ് ആരോപണം. കോവിഡ് വ്യാപനത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകൾ തുറന്നുവിട്ട് യഥേഷ്ടം ആളുകൾക്ക് സഞ്ചരിക്കാം എന്ന തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നതിലൂടെ ഇടുക്കി ജില്ലയിൽ കൂടുതൽ കോവിഡ് വ്യാപനത്തിന് അത് സാധ്യത ഒരുക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പീരുമേട്, ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിൽ അനധികൃതമായി ചേർത്തിട്ടുള്ള കള്ള വോട്ടുകൾ യാതൊരു തടസ്സവുമില്ലാതെ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി തമിഴ്നാട്ടിൽ നിന്നും കള്ള വോട്ടുകൾ കൊണ്ടുവന്ന് ചെയ്യിക്കുന്ന പ്രവണത മുൻകാലങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ ആകെ 20,000-ൽ താഴെ മാത്രം വോട്ടർമാരുടെ പട്ടികയുള്ളപ്പോൾ അതിൽ 6,000-ഓളം ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വോട്ട് ചെയ്യേണ്ട കള്ള വോട്ടുകളാണ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ വേണ്ടി ഇടുക്കി ജില്ലയിൽ മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തരത്തിൽ കോവിഡ് വ്യാപിച്ചിരിക്കുന്ന സമയത്ത് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറന്നുവിട്ട് ഇവിടെ കോവിഡ് വ്യാപനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഈ നടപടി പ്രതിഷേധാർഹമാണ്. അതിർത്തി പഞ്ചായത്തുകളായ ഉടുമ്പൻചോല, ശാന്തമ്പാറ, ചിന്നക്കനാൽ തുടങ്ങിയ മേഖലകളിലെ താമസക്കാരായ തമിഴ് വംശജരിൽ പലർക്കും കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ട്. ദിവസേന തോട്ടം ജോലികൾക്കായി കേരളത്തിലെത്തി മടങ്ങുന്നവർ പോലും ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ തമിഴ്നാട്ടിലായ ഇരട്ട വോട്ടർമാരെ മടക്കി എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ചെക്ക് പോസ്റ്റുകൾ തുറന്നു നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ 5 പേർ. ഇവർ നേർക്കുനേർ മത്സരിക്കുന്നില്ലെങ്കിലും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് ഇവർ മത്സരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കൊന്നത്തടി പഞ്ചായത്തിലെ 5 മുൻ പ്രസിഡന്റ്മാരാണ് മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. ജയ വിജയൻ, മേഴ്സി ജോസ്, TP മൽക്ക, VK മോഹനൻ നായർ, NM ജോസ് എന്നിവരാണ് വിവിധ വാർഡുകളിൽ മത്സരിക്കുന്നത്. 1995-2000 കാലത്താണ് TP മൽക്ക കൊന്നത്തടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നത്. 2009 മുതൽ 2010 വരെയും 2015 മുതൽ 2.5 വർഷക്കാലവും VK മോഹനൻ നായരായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 2010 മുതൽ 2.5 വർഷക്കാലം ജയ വിജയനും ബാക്കി 2.5 വർഷക്കാലം മേഴ്സി ജോസും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. 2020 കാലഘട്ടത്തിലാണ് NM ജോസ് പ്രസിഡന്റായത്. ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി പനംകുട്ടി വാർഡിലാണ് TP മൽക്ക മത്സരിക്കുന്നത്. BJPക്കും UDFനും പുറമെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയും പനംകുട്ടി വാർഡിൽ മത്സരിക്കുന്നുണ്ട്. മേഴ്സി ജോസ് 1-ാം വാർഡായ പൊന്മുടിയിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. മരക്കാനം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് NM ജോസ് മത്സരിക്കുന്നത്. 5 പേരാണ് ഈ വാർഡിൽ മത്സരരംഗത്തുള്ളത്. മുള്ളിരിക്കുടി വാർഡിലാണ് VK മോഹനൻ നായർ മത്സരിക്കുന്നത്. 4 പേരാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. കമ്പളികണ്ടം വാർഡിൽ ജയ വിജയാണ് മത്സരിക്കുന്നത്. LDF UDF തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുവാൻ ഇത്തവണ പ്രശസ്ത കാതികൻ കേളിരംഗം ബാബു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നിന്നുമാണ് കലാകാരനായ കേളിരംഗം ബാബു എന്ന ഗംഗാധരൻകുട്ടി ഹാർമോണിയം ചിഹ്നത്തിൽ ജനവിധി തേടുന്നത്. പൊട്ടി കരയുന്നൊരെന്നെ നെഞ്ചോട് ചേർത്തമർത്തി കണ്ണീർ തുടച്ചു കവിളിത്തലോടി സ്വാന്തനവാക്കും പറഞ്ഞു തന്നു സന്തോഷത്തോടെ പറഞ്ഞയച്ചു. കേളിരംഗം ബാബു എന്ന കാരപ്പാട്ട് ഗംഗാധരൻകുട്ടിക്ക് പൊതുപ്രവർത്തനവും കലയും ജീവിതത്തിന്റെ ഭാഗമാണ്. 1987 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ കേളിരംഗം ബാബു എന്ന നാമധേയത്തിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടാണ് ഗംഗാധരൻകുട്ടി കലാജീവിതം ആരംഭിക്കുന്നത്. പ്രശസ്ത ചണ്ടവിദ്വാൻ കാരപ്പാട്ട് കുട്ടിയാശാന്റെ മകനായ ഗംഗാധരൻകുട്ടി മികച്ച ചണ്ടവിദ്വാൻ, സംഗീതജ്ഞൻ, കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഞാൻ പുഷ്പഗിരി കാമാക്ഷി പഞ്ചായത്തിൻ്റെ പുഷ്പഗിരി വാർഡിൽ 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ഔദ്യോഗിക പേര് ഗംഗാധരൻകുട്ടിയാണെങ്കിലും എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ കലാരംഗത്തെ പേര് കേളിരംഗം ബാബുവാണ്. കഥാപ്രസംഗം, സംഗീതം, കവിതാരചന ഒക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
1997 മുതൽ 87 മുതൽ 91 വരെ ആകാശവാണി തിരുവനന്തപുരം റേഡിയോ നിലയത്തിലും ഇപ്പോൾ 7 വർഷമായി ഞാൻ മൂന്നാർ ദേവികുളം റേഡിയോ നിലയത്തിലും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് 100 കണക്കിന് ഗാനങ്ങൾ രചിച്ച് സംഗീതം നൽകി ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ പ്രധാന കാരണം ഞാൻ ഈ വാർഡിൽ നിന്നും 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1995 മുതൽ 2000 വരെയും 2003 മുതൽ 2005 വരെ 1.5 വർഷവും ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നിട്ടുണ്ട്. അന്ന് ഞാൻ നടത്തിയ വികസന പ്രവർത്തനമല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത വികസന പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾ, കുറേയധികം ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ആകാശവാണി ദേവികുളം നിലയത്തിലും തുടർച്ചയായി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. മുമ്പ് 2 തവണ വാർഡ് മെമ്പറായി പ്രവർത്തന പരിചയമുള്ള ഗംഗാധരൻകുട്ടി ഇത്തവണ തന്റെ ഇഷ്ട സംഗീതോപകരണമായ ഹാർമോണിയം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചുകൊണ്ട് തികച്ചും സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നുള്ള റെജി മുക്കാട്ട്, UDF-ൽ നിന്നുള്ള NK രഘുനാഥ്, BJP സ്ഥാനാർത്ഥി ജോസ് വടക്കേടത്ത് തുടങ്ങി പ്രബലരായ 3 പേർ എതിരെ മത്സരിക്കുന്നുണ്ടെങ്കിലും തന്റെ കലാരംഗത്തെയും പൊതുരംഗത്തെയും മികച്ച പ്രവർത്തന പാരമ്പര്യം ഇത്തവണയും തുണയാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് തികഞ്ഞ സാത്വികനായ ഈ കലാകാരൻ. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. ജാഗ്രതയോടെ നേരിടാം. ജില്ലയിൽ ഇന്നലെ 143 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 121 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ ഉണ്ടായത്. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 19 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി സൽജി ടിത്തോപ്പ് ചേരുന്നു. സൽജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ജില്ലയിൽ 143 പേർക്ക് കൂടി കോവിഡ്-19 പോസിറ്റീവായി. 121 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 19 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ഉൾപ്പെടെ 143 പേർക്കാണ് കോവിഡ്-19 പോസിറ്റീവായിരിക്കുന്നത്. ഇതോടെ ജില്ലയിൽ 11,178 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 പോസിറ്റീവായത്. 13 പേർ മരണപ്പെടുകയും ചെയ്തു. 8,910 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. 2,113 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് സൽജി ടിത്തോപ്പ്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ ആനയിറങ്കൽ മേഖലയിലെ കർഷകർ കാടിറങ്ങിയ ഒറ്റയാൻ കഴിഞ്ഞ 5 ദിവസമായി കൃഷിയിടങ്ങളിൽ വ്യാപക നാശം വിതയ്ക്കുന്നു. പടയാറ്റിൽ സാജുവിൻ്റെ കൃഷിയിടത്തിലെ കെട്ടിടം കാട്ടാന അടിച്ചു തകർത്തു. സോളാർ അടക്കമുള്ള ഉപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിച്ചു. ആനക്കലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ചിന്നക്കനാലിന് സമീപമുള്ള ആനയിറങ്കൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഒരാഴ്ചയോളമായി കാർഷിക മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വ്യാപക നാശനഷ്ടമാണ് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാന പടയാറ്റിൽ സാജുവിന്റെ ഏലകൃഷിയും തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടവും അടിച്ചു തകർത്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സോളാർ അടക്കമുള്ള വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. ബാങ്ക് ലോൺ എടുത്താണ് സാജു 3 ഏക്കറിൽ കൃഷി ആരംഭിച്ചത്. വിളവെടുപ്പ് തുടങ്ങിയ സമയത്താണ് ആന വ്യാപകമായി ഏലച്ചെടികൾ നശിപ്പിച്ചത്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഇവർ പറയുന്നു. എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ കെട്ടിടവും എൻ്റെ ബാറ്ററി, അതിൻ്റെ പാനൽ, അതിൻ്റെ മെഷീന്, 3 പാനൽ വെച്ചാണ് ഞാനിത് ചെയ്തിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. എൻ്റെ കിണർ കളഞ്ഞു. അപ്പുറത്തൊരു തൊഴുത്തുണ്ടായിരുന്നു, അത് പഞ്ചായത്തിൽ നിന്ന് ഒരു ലോണായിട്ട് തന്നതായിരുന്നു. അത് കളഞ്ഞു, ഇത് കളഞ്ഞു. ഇതെല്ലാം ഒരു പൈസ പോലും നമുക്ക് ഇവിടെ വന്ന് എത്തുന്നതിന് പാടം നോക്കണം. ഒത്തിരി പൈസ മുടക്കിയാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ഉള്ള ഇൻകംസ് മൊത്തം മുടക്കി നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോഴത്തേനും എൻ്റെ ഇത് എടുത്തേക്കണം. 3ാമത്തെ വർഷം ചെടിയാണിത്. ഇതിനകത്ത് കളഞ്ഞേക്കുന്നത് എനിക്ക് വളരെ നഷ്ടമാണ്. ഞാൻ എൻ്റെ കുടുംബം കൂടെ ബാങ്ക് ലോണും അതും ഇതുമൊക്കെ എടുത്താണ് ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു 30,000 രൂപ നഷ്ടം, 10,000 രൂപ നഷ്ടം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. അതും പറഞ്ഞിട്ട് അവരൊന്നും നോക്കാനില്ല. ഞാൻ ഫോറസ്റ്റുകാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു വാച്ചറ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. ഒരു വാച്ചറ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് വാച്ചറക്കാർ നല്ലൊരു വേലയാണ് ഞാൻ ഇട്ടാർത്ത്. അത് പൊളിച്ചകത്ത് കിടന്നു. ഇത് ഈ ആനയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായേ പറ്റത്തുള്ളൂ. അത് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളൊരു ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ സത്യം.
വന്യമൃഗശല്യത്താൽ കൃഷി നാശമുണ്ടായാൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് തുച്ഛമായ തുക മാത്രമാണ്. അതിനാൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ വനത്തിലേക്ക് മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിന് വാച്ചർമാരെ നിയമിക്കാമെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പട്ടിണി സമരമടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പെരിയാർ കടുവാ സങ്കേതത്തിലെ മംഗളാദേവിക്ക് സമീപം കടുവാ കുഞ്ഞിനെ കണ്ടെത്തി. ഏകദേശം 60 ദിവസം പ്രായമായ കടുവാ കുഞ്ഞിനെ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അവശ നിലയിലായ കുഞ്ഞിന് വനം വകുപ്പ് പ്രത്യേക പരിചരണങ്ങൾ നടത്തിവരികയാണ്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ അതിർത്തി മേഖലയായ മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് നവംബർ 21 തീയതി ഏകദേശം 60 ദിവസം പ്രായമായ കടുവക്കുട്ടിയെ ഒറ്റപ്പെട്ട നിലയിൽ കാണുകയുണ്ടായി. തുടർ നിരീക്ഷണങ്ങളിൽ നിന്നും അമ്മയുടെ അസാന്നിധ്യത്തിൽ കടുവ കുഞ്ഞ് അവശനിലയിലാണെന്ന് മനസ്സിലാവുകയും തുടർച്ചയെന്നോണം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ശ്യാംചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക പരിചരണങ്ങൾ നൽകുകയും ചെയ്തുവരുന്നു. നിലവിൽ അമ്മയുടെ അഭാവത്തിൽ കടുവാക്കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായ നിലയിലേക്ക് എത്തിയിട്ടില്ല. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം പാലിച്ച് കടുവാക്കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് അമ്മയോടൊപ്പം കൂട്ടിവിടുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മംഗളാദേവി മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വനം വകുപ്പിലെ വിവിധ ഭാഗങ്ങൾ തള്ളക്കടുവയെ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണങ്ങൾ ഊർജിതമായി നടത്തിവരുന്നു. അതോടൊപ്പം പെരിയാർ കടുവാ സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്ന മേഘമല വന്യജീവി സങ്കേതത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് സംയുക്തമായ തെരച്ചിലുകളും കൂടാതെ ക്യാമറ ട്രാപ്പ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഗവേഷകരുടെ സേവനവും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള തുടർ നടപടികളാണ് കൈക്കൊണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കുമിളി. കുണൂർ തത്തകളും ആഫ്രിക്കൻ ലവ് ബേഡ്സും പെസന്റും ഓടിക്കളിക്കുന്ന അന്തരീക്ഷം, നാട്ടുപക്ഷികളും പഴങ്ങളും പൂക്കളും നിറഞ്ഞ വീടിൻ്റെ ചുറ്റുവട്ടം. അടിമാലി കൊറ്റാഞ്ചേരിയിൽ റജിക്ക് പക്ഷി വളർത്തൽ ഹരമാണ്. ബിസിനസ് രംഗത്തെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് ഊർജവും ആഹ്ലാദവും പകരുവാൻ പക്ഷി വളർത്തലിലൂടെ റജിക്ക് കഴിയുന്നുണ്ട്. കുണൂർ തത്തകൾ ചില്ലറക്കാരല്ല, വിലയും നിലയുമുള്ള പക്ഷിജാലങ്ങളാണിവ. ജോഡിക്ക് 45,000 വില. പെസന്റിന് 25,000 രൂപയും വിലയുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ പരിപാലിക്കുന്ന നിരവധി പേരുണ്ടെങ്കിലും കുണൂർ തത്തകൾ ഹൈറേഞ്ചിൽ അപൂർവമാണ്. തിനയും പഴങ്ങളുമാണ് ഭക്ഷണം. നന്നായി ഇണങ്ങുന്നവയാണ് റജിയുടെ പക്ഷികൾ. വർണ്ണ തൂവലുകൾ ഇളക്കി കൂടുകൾക്കുള്ളിൽ പക്ഷികൾ സ്വൈര്യവിഹാരം നടത്തും. വീടിന് സമീപത്തെ കുട്ടികൾ പതിവായി പക്ഷികളെ കാണാനെത്താറുണ്ട്. ഇത്തരം പക്ഷികളെ വളർത്തണമെങ്കിൽ രജിസ്ട്രേഷനും വനംവകുപ്പിന്റെ പരിശോധനകളും ആവശ്യമാണ്. രാജ്യത്തെ മികച്ച പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളുമായും പക്ഷി വളർത്തലിൽ ഏർപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട പരിപാലന കാര്യങ്ങൾ ഓൺലൈനായും റജി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷികൾ വിവിധ ഇനം പക്ഷികളുണ്ട്. അതിൻ്റെ അകത്ത് വലുത് കൂടുതൽ പറയാൻ തന്നെ കുണൂർ ഇനം തത്തകൾ. അതൊരു ജോഡി ഒരു 45,000 മുതൽ 50,000 വിലയൊക്കെ വില വരുന്ന കിളികളാണ്. അത് ഒരു പെയർ വാങ്ങിയതാണ്. ഇപ്പോൾ അതൊരു 10-12ഓളം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്, ബ്രീഡ് ചെയ്ത് വലിയ കിളികളായിട്ടുണ്ട്. പെസൻ്റ് എന്ന് പറഞ്ഞ കോഴി ഇനത്തിൽ, ഈ നമ്മുടെ ഗിനിക്കോഴി ഇനത്തിലൊക്കെ ഉള്ളൊരു പക്ഷിയുണ്ട് പെസൻ്റ് എന്ന് പറഞ്ഞാൽ, അതുണ്ട്. പിന്നെ ലവ് ബേഡ്സിൻ്റെ കുറേ ഇനങ്ങളുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ പല വിവിധ ഇനം കളറുകളുള്ള കിളികളുണ്ട്. അങ്ങനെ കുറച്ച് കിളികൾ വളർത്തുന്നുണ്ട്. വരുമാനത്തിലുപരി ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു രീതിയിൽ അതിനെ വളർത്തുന്നു. ദേശീയതലത്തിൽ പക്ഷിപരിപാലനത്തിൽ ഏർപ്പെടുന്നവരുടെ കൂട്ടായ്മയുമുണ്ട്. ഭാര്യ റീന, മക്കളായ ബേസിൽ, അലീൻ എന്നിവരും പക്ഷികളുടെ പരിപാലനത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നു. മത്സ്യകൃഷി, പഴവർഗ്ഗ കൃഷി എന്നിവയ്ക്കും റജിയും കുടുംബാംഗങ്ങളും സമയം കണ്ടെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹൈറേഞ്ചിലെ കർഷകർ പലരും കപ്പ കൃഷിയിൽ നിന്നും പിൻവാങ്ങുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചും കപ്പ കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് അടിമാലി മച്ചുപ്ലാവ് സ്വദേശികളായ 2 കർഷകർ. അടിമാലി കൂമ്പാറയിൽ 25,000 ചുവട് കപ്പയാണ് ഈ കർഷകർ നട്ട് പരിപാലിച്ചു പോരുന്നത്. ആദ്യ വിളവെടുപ്പിന് ശേഷം 2ാം കൃഷിക്ക് ഇവർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. മച്ചുപ്ലാവ് സ്വദേശികളായ പറമ്പേൽ ജോസഫ്, കോട്ടയ്ക്കൽ ബിനോയ് എന്നീ കർഷകരാണ് അടിമാലി ടൗണിന് സമീപം കൂമ്പാറയിൽ പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് കപ്പ കൃഷിയുമായി മുന്നോട്ടു പോകുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഹൈറേഞ്ചിലെ കർഷകർ പലരും കപ്പ കൃഷിയിൽ നിന്നും പിൻവാങ്ങുമ്പോൾ 12 ഏക്കറിലധികം സ്ഥലത്ത് 25,000ഓളം ചുവട് കപ്പയാണ് ഈ കർഷകർ നട്ട് പരിപാലിച്ചു പോരുന്നത്. ഇത് തെറ്റായി കിടന്നൊരു 5 ഏക്കർ സ്ഥലമാണിത്. ഇത് ഞങ്ങളിത് വെട്ടിത്തെളിച്ച് മരുന്നടിച്ച്
ഒരു പുതിയൊരു കൃഷി ഞങ്ങളിതിൻ്റെ അകത്ത് കപ്പ കൃഷി തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് 2 വർഷം കൃഷി ഉണ്ടായിരുന്നു. പണ്ട് ചെറുതരം കൃഷികളൊക്കെ ആയിരുന്നു. ഇത്രയും വലിയൊരു കൃഷി ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യത്തെ ഒരു വിളവെടുപ്പ് ഞങ്ങൾ ഇതിൻ്റെ ഒന്നും എടുത്തു. ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും കൂടാണ്ട് ഞങ്ങൾക്ക് തുച്ഛമായ പൈസ ഞങ്ങൾക്ക് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത 2ാമത്തെ വിളവെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ വിളവെടുപ്പിന് ശേഷം 2ാം കൃഷിക്ക് ജോസഫും ബിനോയിയും തുടക്കം കുറിച്ച് കഴിഞ്ഞു. വിലയുണ്ടെങ്കിൽ കപ്പ കൃഷി മെച്ചപ്പെട്ട വരുമാന മാർഗമാണെന്ന് ഈ കർഷകർ സമ്മതിക്കുന്നു. ഹൈറേഞ്ചിലെ കപ്പ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഏതെന്ന ചോദ്യത്തിന് എല്ലാ കർഷകരെയും പോലെ ഇവർക്കും പറയാനുള്ളത് ഒന്ന് തന്നെ. ഈ കപ്പ കൃഷിയിലെ മെയിനായ പ്രതിസന്ധി എന്ന് വെച്ചാൽ കാട്ടുപന്നിയും കുരങ്ങും ആണ്. കാട്ടുപന്നി രാത്രി നിരന്തരം ശല്യം ചെയ്യും. കുരങ്ങ് പകലിറങ്ങി കപ്പ പറിച്ചു കൊണ്ടുപോയി എല്ലാത്തിനും നോക്കിയെടുത്ത് വളരെ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ കൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രികാലത്ത് കാവൽ കിടന്നും കൃഷിയിടത്തിന് ചുറ്റും വേലി തിരിച്ചു കെട്ടിയുമാണ് ഇത്രയധികം സ്ഥലത്തെ കപ്പ കൃഷി ജോസഫും ബിനോയിയും കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള കളയെടുപ്പിനും വളമിടലിനും മോശമല്ലാത്തൊരു തുക ഇവർക്ക് ചെലവായി വരുന്നുണ്ട്. ആദ്യ കൃഷി കൈപൊള്ളിക്കാതെ കടന്നുപോയെങ്കിൽ 2ാം കൃഷിയും 3ാം കൃഷിയും ഈ കർഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ സന്ദർശകരുടെ തിരക്കേറുന്നു. സന്ദർശക വില കൊഴിഞ്ഞതോടെ 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ ഏർപ്പെടുത്തിയ സന്ദർശക വിലക്ക് നീങ്ങിയതോടെ 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ജില്ലയിലേക്ക് എത്തുന്നത്. അവധി ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇടുക്കിയുടെ മനോഹാരിതയിൽ മുഴുകാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ലോക്ഡൌൺ കാലയളവിൽ വാഗമൺ വിനോദസഞ്ചാര മേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന കച്ചവടക്കാർ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. എന്നാൽ സഞ്ചാരികൾ എത്താൻ തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് ചെറുകിട കച്ചവടക്കാരും റിസോർട്ട് ഉടമകളും. വാഗമണ്ണിൽ ഏതാണ്ട് ടൂറിസം കൂടുമായി ബന്ധപ്പെട്ട് ഒരു 6 മാസമായിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടൂറിസം മേഖല വളരെ നല്ല രീതിയിൽ ഉണർന്നിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും മറ്റ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണർന്ന് സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ബോർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ റിസോർട്ടുകൾ മൊത്തം തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്നാലും സഞ്ചാരികൾ നല്ല രീതിയിൽ ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മേഖലയിലെ സാധാരണക്കാരായ റിസോർട്ട് ഉടമകൾക്കും ഹോംസ്റ്റേ ഉടമകൾക്കൊക്കെ ഒരു ശല ഉണർവുണ്ടായിട്ടുണ്ട്. ഒരു ഭയങ്കരമായ രീതിയിൽ ബാധ്യതയിൽ ഒരു 6 മാസക്കാലമായിട്ട് ഈ റിസോർട്ടും ഹോംസ്റ്റേ ഒക്കെ പൂട്ടിക്കിടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസക്കാലം വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു. ഒട്ടനവധി കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ടാണ് ഈ ഹോംസ്റ്റേയും റിസോർട്ടുകളൊക്കെ പണിതുണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ തൊഴിലവസരങ്ങൾ ഇവിടെ ഏതാണ്ട് ഈ നാട്ടിലെ ആൾക്കാർ ഏതാണ്ട് 400ഓളം ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും തന്നെ വളരെ ഗൗരവമായി തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നല്ല ഗൗരവമായി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇടുക്കിയുടെ മടിത്തട്ടായ വാഗമൺ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ടമേഖലയാണ്. പൈൻമരക്കാടും മനോഹരമായ തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും മഞ്ഞിന്റെ കുളിരിൽ ആസ്വദിക്കാൻ വളരെ ദൂരത്തു നിന്നുപോലും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് LDF-ൽ ഒരു കക്ഷിയും പറഞ്ഞിട്ടില്ലെന്ന് മാണി സി കാപ്പൻ MLA. ഇത് സംബന്ധിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നും മാണി സി കാപ്പൻ. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരട്ട വോട്ടുകളെ സഹായിക്കാനാണെന്ന് ആരോപണം. ഇടുക്കി ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന 4 അതിർത്തി ചെക്ക് പോസ്റ്റുകളും പൂർണ്ണമായും തുറന്നു. ഇത് ഇരട്ട വോട്ടർമാരെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് കുറവുണ്ടെങ്കിലും ഇടുക്കി ജില്ലയിൽ ആശങ്ക ഒഴിയുന്നില്ല. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ഉൾപ്പെടെ ഇന്നലെ 143 പേർക്ക് കോവിഡ് ബാധ, 121 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, ഉറവിടമറിയാത്ത 19 കേസുകൾ സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ആനയിറങ്കൽ മേഖല. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കാട്ടാന കൃഷിയിടങ്ങൾ ഉൾപ്പെടെ വ്യാപക നാശം വിതച്ചു. കൃഷിയിടത്തിലെ കെട്ടിടം കാട്ടാന അടിച്ചു തകർത്തു. സോളാർ അടക്കമുള്ള ഉപകരണങ്ങൾക്കും നാശം. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി കർഷകർ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.